മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മലപ്പുറം പാണ്ടിക്കാട് വീട്ടിൽ അതിക്രമിച്ച് കയറിയ 5-അംഗ സംഘത്തിന്റെ ആക്രമണം. 11 വയസ്സുകാരി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കവർച്ചാ ശ്രമമെന്നാണ് പ്രാഥമികമായ നിഗമനം. അക്രമി സംഘത്തിലെ ഒരാൾ പിടിയിലായിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ശാന്തകുമാർ ചേരുന്നുണ്ട്. ശാന്തകുമാർ, എന്താണ് സംഭവം? വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം. ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ പർദ്ദ ധരിച്ച് എത്തിയ 5 യുവാക്കളാണ് വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്നത്. ഈ പാണ്ടിക്കാട് കുറ്റിപ്പള്ളിയിലെ ചക്കാലക്കുത്ത് അബ്ദുവിന്റെ വീട്ടിലേക്കാണ് ഇവർ ഓടിയെത്തിയത്. വീട്ടിനകത്ത് കയറി വലിയ തോതിൽ തെരച്ചിൽ നടത്തുകയായിരുന്നു. അതായത് ഇതൊരു കവർച്ചാ ശ്രമം തന്നെ എന്നാണ് പോലീസും കരുതുന്നത്. ഈ വീട്ടുകാരെ ഈ സമയത്ത് ആക്രമിക്കുന്ന, അതായത് ഒരു ഭാഗത്ത് മാറ്റി നിർത്തുകയും അവർ ശബ്ദം വെക്കുമ്പോൾ അവരെ കത്തികാട്ടിയും മറ്റും ഭീഷണിപ്പെടുത്തുകയും വീടിനകത്ത് തന്നെ ഇരുത്തുകയായിരുന്നു. അതിൽ നിന്ന് ഒരു കുട്ടി, ഒരു 11 വയസ്സുകാരൻ ഓടി പുറത്തേക്ക് പോയി. നാട്ടുകാരെ വിവരം അറിയിച്ചതിന് ശേഷം നാട്ടുകാർ ഓടിക്കൂടാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിലെ 5 പേരും രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതിൽ 4 പേർ ഓടി രക്ഷപ്പെട്ട വണ്ടിയിൽ കയറിപ്പോയി. ഒരാളെ നാട്ടുകാർ പിടികൂടി. ബേപ്പൂർ സ്വദേശി ഒരു അനീസിനെയാണ് പിടികൂടിയിട്ടുള്ളത്. പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. എന്താണ് ഇതിന് ആക്രമണത്തിന് കാരണം എന്നുള്ള, അല്ലെങ്കിൽ വീട്ടിൽ അതിക്രമിച്ച് കയറുന്ന എന്തൊക്കെയാണ് ഇതിന്റെ കാരണം എന്നുള്ളത് പോലീസ് വിശദമായി പരിശോധിച്ചു വരുന്നുണ്ട്. ഈ വീട്ടിലെ ഈ 4 പേർക്കും പരിക്കു പറ്റിയിട്ടുണ്ട്. ഇവർ 4 പേരും ഇപ്പോൾ പാണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ഗുണ്ട അക്രമം പോലെ എന്ന് തോന്നിക്കുന്നത് തന്നെയാണ് വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള. ശരി ശാന്തകുമാർ, വിശദാംശങ്ങൾ വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്.